അങ്ങനെ വിജയപത്മൻ ഭാവനയെ കാണാൻ വേണ്ടി സൂര്യയുടെ വീട്ടിലെത്തുകയാണ് കേട്ടോ. അവിടെ ദേവനോടും ജയയോടും വിജയപത്മൻ പറയുന്നുണ്ട്, ഞാൻ ഭാവനയോട് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. കാര്യം ഭരത്തിനെ കുറിച്ചാണെങ്കിലും ശിക്ഷിക്കപ്പെടാൻ പോകുന്ന സേതുവാണ്. എന്താണെന്ന് മനസ്സിലായാലും ഒന്ന് തെളിയിച്ചു പറ വിജയപത്മ എന്ന് ജയ പറയാണ്. ഇതെങ്ങാനും ഭാവന അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. സേതുവിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ അവർ ശ്രമിക്കൂ എന്ന ആശങ്കയിലാണ് കേട്ടോ ജയ. അപ്പോഴാണ് കേട്ടോ താഴേക്ക് ഭാവന ഇറങ്ങി വരുന്നത്. വല്യച്ഛൻ എപ്പോഴും വന്നു എന്ന് ചോദിക്കുകയാണ്. എന്താ ആന്റിയുടെ അങ്കിളിന്റെ മോക്ക വല്ലാതിരിക്കുന്നത് എന്നും ഭാവന ചോദിക്കുന്നുണ്ട്. അത് മോളെ, നിന്റെ വീട്ടിലൊരു പ്രശ്നം നടന്നു, ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു. അതറിഞ്ഞാൽ നീ ടെൻഷനാവെന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് പറയാതിരുന്നത്. എന്താ കാര്യം എന്ന് ചോദിക്കേണ്ട ഭാവന. അപ്പോൾ വിജയപത്മനുണ്ടായ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ജയയും ദേവനും ഒക്കെ ആകെ ടെൻഷനാവാൻ കേട്ടോ. ഭാവന ആകട്ടെ എല്ലാം സൈലന്റായി കേൾക്കുകയാണ്. അവസാനം വിജയപത്മൻ പറയുന്നുണ്ട്, ഭരത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് സേതു ഇതെല്ലാം ചെയ്തത്. ഇല്ലെങ്കിൽ ഭരത്തിന്റെ പോലീസ് ഭാവി എന്നെ നഷ്ടപ്പെടും. ഭാവന പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ സേതുവേട്ടൻ ചെയ്തു തന്നെയാണ് ശരി. സേതുവേട്ടൻ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇത് തന്നെയാണ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട്, അല്ല വിജയപത്മ, എസ് ഐ എന്താ പറഞ്ഞത്? അപ്പോൾ വിജയപത്മ പറയുന്നുണ്ട്, എസ് ഐ അജിത് സാറിന് സേതു നിരപരാധിയാണെന്ന് മനസ്സിലായി. ഭരത്തിനെ മനഃപൂർവ്വം ട്രാപ്പിലാക്കാനുള്ള പദ്ധതിയാണ് ഇതെന്നും അദ്ദേഹത്തിന് അറിയാം. എന്നാലും തൊണ്ടി മുതൽ കിട്ടിയത് കൊണ്ട് കോടതി മുഖേന എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പിന്നെ സേതു വിളിച്ച് പറഞ്ഞിട്ടാണ് എസ് ഐ അവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇളവ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. പിന്നീട് ഭാവനയോട് പറയുന്നുണ്ട്, മോളെ, എസ് ഐ അജിത് സാറിനെ നീ ഒന്ന് വിളിക്കണം. കോടതിയിൽ നിന്നും നാളെ ജാമ്യം എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ വിളിക്കാൻ വല്യച്ച എന്ന് ഭാവനയും പറയുന്നുണ്ട്. ഇത് കേട്ട് നിൽക്കുന്ന ജയ പറയുന്നു, നോക്കണേ, ഓരോ തലവേദനകൾ മാറി മാറി വരുന്നത്. അപ്പോൾ വിജയപത്മ പറയുന്നുണ്ട്, ഭാവന നീ എന്തായാലും വിഷമിക്കണ്ട, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട്, ക്യാഷോ മറ്റോ എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ നീ എന്നോട് പറയണം. അപ്പോൾ വിജയപത്മ പറയുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യം വേണ്ടി വരില്ല ദേവ, സേതുവിനെ എന്തായാലും ഞാൻ രക്ഷിച്ചിരിക്കും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവരോടൊക്കെ യാത്ര പറഞ്ഞ് വിജയപത്മൻ അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അജയന്റെ ഫോണിലേക്ക് അംബാലിക വിളിക്കുകയാണ്. അജയനില്ലേ, ഞാൻ അംബാലികയാണ് എന്ന് പറയുമ്പോൾ അജയൻ ഏത് അംബാലിക എന്ന് ചോദിക്കാണ്ട് പെട്ടെന്ന് പിന്നീട് മനസ്സിലാവണോ അംബാലികയായിരുന്നു. എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ കിട്ടാനാണോ ബുദ്ധിമുട്ട്? എന്താ അജയന് തിരക്കിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് അജയൻ പറയാൻ കേട്ടോ. എങ്കിൽ ഉടൻ തന്നെ ഒന്ന് പുറപ്പെടണം. ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അജയനും ഭാര്യയും വേണം. എനിക്ക് നിങ്ങളോട് കാര്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തായാലും രണ്ടു പേർക്കും ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ അജയൻ സമ്മതിക്കാൻ കേട്ടോ. ഞാൻ വരാം, ഇപ്പോൾ തന്നെ പുറപ്പെടാമെന്ന് പറയാൻ കേട്ടോ അജയന്. ഓക്കെ, ഞാൻ ലൊക്കേഷൻ അയക്കാമെന്ന് പറഞ്ഞ് അംബാലിക ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. ശേഷം അജയൻ പ്രസീതയോട് പറയുന്നുണ്ട്, എടി അംബാലിക വിളിച്ചിരുന്നു, എന്തിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, നേരിൽ കണ്ട് കാര്യം പറയാമെന്ന് പറഞ്ഞു. എന്തേ നല്ല കാര്യത്തിനൊന്നും ആകില്ല, എവിടെയാണെന്നുള്ള ലൊക്കേഷൻ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തായാലും പോയി നോക്കാം, നീ വേഗം റെഡി ആയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പ്രസീത റെഡി ആവാൻ പോവാൻ കേട്ടോ. പിന്നീട് ഗായത്രിയുടെ ഫോണിലേക്ക് ഭാവന വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ അമ്മ അത്രയും വലിയ പ്രശ്നം അവിടെ നടന്നിട്ടും എന്നോട് വിളിച്ചൊന്ന് പറയാതിരുന്നത്? ഞാനൊന്നും അറിയില്ലെന്ന് അമ്മ വിചാരിച്ചു. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, നിന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറഞ്ഞ് അവർ കരയാൻ കേട്ടോ. എന്തായാലും സേതുവേട്ടൻ ചെയ്തത് നല്ലൊരു കാര്യമല്ലേ അമ്മ, ഞാൻ ചെയ്യേണ്ടിയിരുന്നതാണ് സേതുവേട്ടൻ ഇപ്പോൾ ചെയ്തത്. വല്യച്ഛൻ ഇവിടെ വന്നിരുന്നു, അങ്ങനെയാണ് ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, സേതു ഭരത്തിന്റെ ഭാവി ആലോചിച്ചിട്ടാണ് അത് ഏറ്റെടുത്തത്, പക്ഷെ അവന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനവുമില്ല എന്ന് പറഞ്ഞ് കരയാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അമ്മ വിഷമിക്കാതിരിക്കും, സേതുവേട്ടനായിട്ട് എസ് ഐ സാറിനെ വിളിച്ച് വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തിന് എന്തെങ്കിലും ഒരു അലിവില്ലാതിരിക്കില്ല. ഞാൻ എന്തായാലും അജിത് സാറുമായിട്ട് സംസാരിക്കാം, അമ്മ വിഷമിക്കാതെ എനിക്ക് മായച്ചയോട് പറയണം എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ തന്നെ മായ അമ്മേ എന്ന് പറഞ്ഞ് ഫോണും കൊണ്ട് ഓടി വരേണ്ട ഗായത്രിയുടെ അടുത്ത് സേതുവേട്ടനാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സേതു ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, അമ്മ വിഷമിക്കാതിരിക്കും, എനിക്കിവിടെ ഒരു പ്രശ്നവുമില്ല, ഞാൻ എസ് ഐ സാറുടെ പെർമിഷനോട് കൂടിയാണ് അമ്മയോട് സംസാരിക്കുന്നത്. അമ്മേ, ഞാൻ വലിയൊരു തിമിംഗലത്തെ പിടികൂടാനാണ് സഹായിച്ചത്. അപ്പോൾ തന്നെ ഭരത് ഓടി വന്ന് ഫോൺ വാങ്ങാട്ട് ഗായത്രിയുടെ അടുത്തുണ്ട്. സേതുവേട്ടൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. മോനെ, നീ വിഷമിക്കാതിരിക്കുക, നിന്റെ കേസാണ് ഞാനിപ്പോൾ ഏറ്റുകൊടുത്തത്, നീയാണ് ഈ ഭാഗത്തിരിക്കുന്നത് എങ്കിൽ നിന്റെ ഭാവി തന്നെ പോയേനെ. എന്തായാലും നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് ഇനിയെങ്കിലും നീ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഇനി എന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാകില്ല ഏട്ടാ എന്ന് പറയാൻ. എന്തായാലും നിന്നെ ചതിക്കാൻ ശ്രമിച്ചവർ ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, അത്രമാത്രം കേസ് അവരുടെ മേൽ ചുമത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ പിന്നെ എല്ലാവരോടും ഇനി അധികം സംസാരിക്കണം, ഇത് തന്നെ എസ് ഐ സാറിന്റെ അറിവ് കൊണ്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ഫോൺ വെച്ചതിന് ശേഷം ഗായത്രി കരയാൻ കേട്ടോ. മായ പറയുന്നുണ്ട്, അമ്മേ, വലിയച്ഛൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സേതുവേട്ടന് വലിയൊരു പ്രശ്നമില്ലാതെ പുറത്തിറങ്ങാൻ സാധിക്കും. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, ഭാവന അവർക്ക് ചെയ്ത സഹായങ്ങൾ ഒരിക്കലും ഏട്ടനും ഏട്ടത്തിക്കും മറക്കാൻ പറ്റില്ല, അതിന്റെ നന്ദിയാണ് അവരിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ശേഷം ഗായത്രി അവിടെ നിന്നും എഴുന്നേറ്റ് ഭാവനയുടെ അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് അവരുടെ വിഷമങ്ങൾ ഓരോന്ന് പറഞ്ഞ് വിങ്ങി പൊട്ടുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അംബാലികയും അനിരുദ്ധനും സംസാരിച്ച് നിൽക്കുകയാണ്. എന്റെ കയ്യിൽ വന്ന അരുന്ധതിയാണ് അവൾ തട്ടിക്കൊണ്ടു പോയത്, അതുകൊണ്ട് ഇനിയും അവളെ വെറുതെ വിടൽ ശരിയാകില്ല. ഓണത്തിൽ തന്നെ ഞാൻ അവർക്ക് വെച്ച കെണി ചീറ്റിപ്പോയതാണ്, ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അജയനിലൂടെ ഇനി നമുക്ക് ആ കാര്യം നടത്തും, അവനില്ലാതെ ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ അജയനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അനിരുദ്ധൻ പറയുന്നുണ്ട്, ഈ അജയനെ വിശ്വസിക്കാമല്ല. ഇത് കേട്ടുകൊണ്ടാണ് അജയൻ അവിടേക്ക് വരുന്നത്, എന്നെ വിശ്വസിക്കാം, അജയൻ ഒരു വാക്ക് പറഞ്ഞാൽ ഏറ്റതാണ്. പിന്നെ കോടികൾ കയ്യിൽ വന്നാലും അജയൻ ആ വാക്കിൽ നിന്നും പിന്മാറത്തില്ല. അപ്പോൾ പ്രസീത ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താ ഇനി ചെയ്യേണ്ടത്? അംബാലിക പറയാണ്, പ്രസീതക്ക് മോളുടെ ഭാവി ജീവിതം താറുമാറായതിൽ വിഷമമില്ലേ? പ്രസീത പറയാണ്, വിഷമമില്ലാതിരിക്കോ?
ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് അവസാനം എൻ്റെ മോളെ അവർ ചതിച്ചത്. അപ്പോൾ അംബാലിക പറയാണ്, എങ്കിൽ നമുക്ക് ആ ചതി തിരിച്ചൊന്ന് ചെയ്താൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അജയൻ ചോദിക്കുകയാണ്. ജയനിർമ്മലയുടെ മനസ്സ് തളർന്നാൽ പിന്നെ അവളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഭാവനയുടെ ഗർഭം കലങ്ങണം എന്ന് അംബാലിക പറയുമ്പോൾ അജയനും പ്രസീതയും ഒന്ന് ഷോക്കാവുന്നുണ്ട്. അവരുടെ മുഖഭാവം കണ്ടിട്ട് വീണ്ടും അംബാലിക ചോദിക്കാൻ, എന്ത് പറ്റി, ഞാൻ പറഞ്ഞതിൽ വലിയ പ്രശ്നമുണ്ടോ? അജയൻ പറയും, എന്ത് പ്രശ്നം? ഇതേ കാര്യം ഞങ്ങൾ രണ്ടാളും പരസ്പരം പല തവണ ആലോചിച്ചതാണ്. ഇത് കേൾക്കുമ്പോൾ അംബാലികക്ക് സന്തോഷമാവുണ്ടോ. കണ്ടോ ഏട്ടാ, നമ്മൾ വിചാരിച്ചത് സെയിം റൂട്ട് തന്നെയാണ്. എന്നിട്ട് അജയൻ പറയാണ്, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട്, അമ്പ തരുന്ന സാധനം നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ മതി, പ്രശ്നം അവിടെ തീരും. അതെന്ത് സാധനമാണെന്ന് അജയൻ ചോദിക്കുകയാണ്. അപ്പോൾ അംബാലിക ആ ഏലസ് പുറത്തെടുക്കാൻ കേട്ടോ. അത് കാണുമ്പോൾ അജയൻ തിരിച്ചും മറിച്ച് നോക്കുന്നുണ്ട്. ഇതിലെന്ത് ചെയ്യാൻ പറ്റും? അംബാലിക പറയാണ്, ഇതിലാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നത്. അപ്പോൾ അജയൻ പറയാണ്, അതൊന്നും പറ്റില്ല, ഈ ഏലസൊന്നും അവിടെ കെട്ടിക്കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അംബാലിക ചിരിച്ചുകൊണ്ട് പറയണം, അയ്യോ, ഇത് കെട്ടിക്കൊടുക്കാനുള്ളതല്ല ജയ, ഇത് ഭാവന വരുന്ന വഴിയിൽ ഇട്ടേക്കണം. അവൾ ഇതൊന്ന് മറികടന്നാൽ മതി, സംഗതി അപ്പോൾ തന്നെ സക്സസ് ആവും. അപ്പോൾ അജയൻ ചോദിക്കുകയാണ്, മറികടന്ന വ്യക്തി അവളല്ലാതെ മറ്റാരെങ്കിലും ആണെങ്കിൽ? അംബാലിക പറയുന്നുണ്ട്, മറികടക്കുന്നത് ഗർഭിണിയാണെങ്കിൽ അവളുടെ ഗർഭം അലസിപ്പോകും, മറ്റാരെങ്കിലും ആണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ടാവും. പ്രസിദ്ധ ചോദിക്കുകയാണ്, ചത്തൊന്നും പോകില്ലല്ലോ? അതുണ്ടാകില്ല എന്ന് അംബാലിക തീർത്തും പറയാൻ കേട്ടോ. പിന്നെ ഇതിന്റെ ശക്തി ഒറ്റ തവണ ഉപയോഗിക്കുന്നതോടുകൂടി തീരും എന്ന് അംബാലിക പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പറയുന്നു? അജയൻ പറയാനൊന്നുമില്ല, ഞങ്ങളത് ചെയ്യാം, പകരം ഞങ്ങൾക്ക് എന്ത് തരും എന്ന് ചോദിക്കാൻ കേട്ടോ. അംബാലിക പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു തുക തന്നെ തരും. അപ്പോൾ അജയൻ പറയാണ്, ക്യാഷ് എനിക്ക് ആദ്യം കിട്ടണം, എങ്കിലേ ഞാൻ കാര്യം ചെയ്യും, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ നിങ്ങൾ കാല് മാറിയാലോ. അംബാലിക പറയുന്നുണ്ട്, ഓക്കെ, ഞാൻ ഇന്ന് തന്നെ ക്യാഷ് നിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കാം, അക്കൗണ്ട് നമ്പർ അയച്ചേക്ക് എന്ന് പറയാണ്. ഓക്കെ, അത് മതി എന്ന് അജയനും സമ്മതിക്കാൻ കേട്ടോ. എന്നിട്ട് അംബാലിക ആ ഏലസിൻ്റെ എടുത്തിട്ട് അജയനെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് വളരെ സൂക്ഷിക്കണം, അതെല്ലാം ഞാൻ ഏറ്റു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അജയനും പ്രസീതയും ആ ഏലസുമായിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അടുത്ത ദിവസം ഗായത്രി ഭാവനയുടെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പറയാണ്, അങ്ങെപ്പോൾ ഞങ്ങൾ കൂടെ താങ്ങും തറലായിരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. സേതുവിനെ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് കോടതി വെറുതെ വിട്ടതായിട്ട് അറിയാൻ സാധിച്ചു, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമ്മുടെ മക്കൾ നല്ല സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് വിജയപത്മൻ സേതുവിനെയും കൊണ്ട് അവിടെ കയറി വരുന്നത്. സേതുവിനെ കണ്ടതും ഗായത്രി മോനെ സേതു എന്ന് വിളിച്ചിട്ട് ഓടി വരികയാണ്. സേതു ആട്ടെ അമ്മയെന്ന് വിളിച്ചിട്ട് ഓടി വന്ന് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിക്കാൻ കേട്ടോ. എന്നിട്ട് ഗായത്രി ഉമ്മ വെക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് കരയാൻ കേട്ടോ. അപ്പോഴേക്കും മായം അവിടേക്ക് സേതുവേട്ട എന്ന് പറഞ്ഞ് ഓടി വരികയാണ്. എന്നിട്ട് സേതുവിന്റെ മുഖമൊക്കെ ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ലല്ലോ സേതുവേട്ട എന്നൊക്കെ പറഞ്ഞ് അവളും ഹക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോഴേക്കും ഭരത്തും ഓടി വരുന്നുണ്ട്. സേതുവേട്ട എന്ന് പറഞ്ഞ് അവനും കെട്ടിപ്പിടിക്കാണ്. സോറി സേതുവേട്ട, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല, എൻ്റെ ഭാഗത്ത് നിന്ന് സോറി എന്ന് പറഞ്ഞ് അവൻ കരയാണ് കൈ പിടിച്ചുകൊണ്ട്. പിന്നാലെ തന്നെ ഭാമയും ഭാനുവും ഒക്കെ ഓടി വരികയാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് വിജയപത്മനും ഗായത്രി സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് വിജയപത്മൻ പറയുന്നുണ്ട്, SI അദീസറിന്റെ ബുദ്ധിപരമായിട്ടുള്ള FIR ആണ് സേതുവിനെ കോടതിയിൽ രക്ഷിച്ചത്. മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാന കണ്ണിയായ മൈക്കിളിനെ ബുദ്ധിപൂർവ്വം സ്വന്തം വീട്ടിൽ എത്തിച്ച ശേഷം പോലീസിനെ കൊണ്ട് തൊണ്ടി മുതൽ സഹിതം കസ്റ്റഡിയിൽ എടുപ്പിച്ചു എന്നാണ് FIRൽ എഴുതി ചേർത്തിരിക്കുന്നത്. വർഷങ്ങളായിട്ട് പോലീസുകാർക്കിടയിൽ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ മൈക്കിളിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് തൊണ്ടി മുതൽ സഹിതം പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിക്കുന്നത്. ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും മൈക്കിൾ നോക്കിയിരുന്നു, പക്ഷെ കോടതി അതൊന്നും ശരിവെച്ചില്ല. അവനെ ശിക്ഷിക്കപ്പെടേണ്ടത് ശരിയാണെന്ന് 100% കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് സേതുവിനെ അധികമൊന്നും വിചാരണ ചെയ്യേണ്ടി വന്നില്ല. അത്രമാത്രം ചെറുപ്പക്കാരാണ് ഈ മൈക്കിൾ കാരണം വഴിതെറ്റാൻ പോയത് എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട്, മോനെ ഭരത്, നീ ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, ആരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നീ ഇപ്പോൾ രക്ഷപ്പെട്ടത്. ഭരത് പറയുന്നുണ്ട്, ഇനി എൻ്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റുമുണ്ടാകില്ല അമ്മ. ഇനി എന്ത് ചെയ്യുമ്പോൾ ഞാൻ 2 പ്രാവശ്യം ആലോചിച്ചിട്ടേ ഒരു തീരുമാനമെടുക്കൂ. ഇനി എൻ്റെ ലോകം എൻ്റെ അമ്മയും എൻ്റെ കൂടപ്പിറപ്പുകളും അരുന്ധതിയും മാത്രമാണ്. നിങ്ങളെ ചിന്തിക്കാതെ എനിക്കൊരു കളിയുമില്ല. എന്തായാലും സേതുവേട്ടൻ തിരിച്ചു വന്നല്ലോ, എനിക്ക് ഒരുപാട് ആശ്വാസമുണ്ട്. താങ്ക് യു സേതുവേട്ട, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ കരയാണ്. അതെല്ലാം പോട്ടെ മോനെ, ഇനി നീ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് തിരിച്ച് വീട്ടിലെത്തിയ പ്രസീതയും അജയനും അംബാലിക തന്ന ഏലസിനെ കുറിച്ച് ആലോചിക്കാൻ കേട്ടോ. പ്രസീത പറയുന്നുണ്ട്, അജയേട്ടാ ഇത് തീക്കളിയാണ്, എനിക്കാകെ പേടിയാവുക ഇതൊക്കെ ആലോചിച്ചിട്ട്. ഇതെങ്ങാനും ജയ അറിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ല. ഇതുവരെ നടന്ന കാര്യങ്ങൾ പോലെ ആകില്ല ഇനി അവളുടെ പ്രതികരണം എന്ന് പറയാണ്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നമ്മൾ അവളുടെ ശത്രുവായി മാറും. അജയൻ പറയാണ്, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, നിന്റെ പറച്ചിൽ കേൾക്കുമ്പോൾ എനിക്കും അല്പ ടെൻഷനൊക്കെ ആവുകയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, ഇതെങ്ങാനും സക്സസ് ആയാൽ നമ്മളും സക്സസ് ആയില്ലേ, പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നമുക്ക് ഇവിടെ ജീവിക്കാം, പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാണ്. ജയ ആണെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. പ്രസീത പറയുന്നുണ്ട്, അജയേട്ടൻ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഭാവന അത്ര മണ്ടിയൊന്നുമല്ല. ഇതെല്ലാം കാണുമ്പോൾ അവൾക്കും മനസ്സിലാക്കാനുള്ള കഴിവൊക്കെയുണ്ട്. ഇതെങ്ങനെയാകുമ്പോൾ നിലത്തിട്ട് വെച്ച് ഭാവന ഇതുകൊണ്ട് മറികടന്ന് നടത്തിപ്പിക്കും എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും തിരിച്ചും മറിച്ചുമുള്ള ഒരു ചർച്ചയിലാണ്. അപ്പോഴാണ് കേട്ടോ മാനസ് അതുവഴി വരുന്നത്. അവർ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. അജയൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് അവൾ
ഒരു വാക്ക് കൊടുത്തില്ല, അത് ഇനി തെറ്റിച്ചാൽ അവർക്ക് നമ്മോടുള്ള വിശ്വാസം പോകും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഭാവനയുടെ ഗർഭം കലക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചേ പറ്റൂ എന്നവർ പറയാൻ കേട്ടോ. കഴിയുന്നതും ഈ രാത്രി തന്നെ നമുക്കത് ചെയ്യണം എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്ന മാനസ് ആകെ ഷോക്കാവാൻ കേട്ടോ. അവൾ അവിടെ നിന്നും വേഗം ഭാവനയുടെ അടുത്തേക്ക് പോവാണ്. ഭാവന ഭാവന എന്ന് വിളിക്കുകയാണ്. എന്താ മാനസ് എന്ന് പറഞ്ഞ് ഭാവന പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഭാവന നീ സൂക്ഷിക്കണം, നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി അവരെന്തൊക്കെയോ വളഞ്ഞ കഴികൾ ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ മാനസ. ഇത് കേൾക്കുമ്പോൾ ഭാവൻ ആകെ ഷോക്കാണ്. എന്താ മോളെ നീ ഈ പറയുന്നത്, എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അതേ ഭാവന വിശ്വസിച്ചേ പറ്റൂ. അച്ഛനും അമ്മയും അവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, പക്ഷെ വ്യക്തമായിട്ട് എന്താണ് അവരുടെ പ്ലാനിങ് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചും കണ്ടും വേണം ഇനി അങ്ങോട്ട് നടക്കാൻ എന്നൊക്കെ പറയാം കേട്ടോ. ശരി മാനസ, എന്തായാലും നിനക്ക് എൻ്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധയുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയാണ്. പിന്നീട് അജയൻ പറയുന്നുണ്ട് പ്രസീതയോട്, നമുക്ക് എന്തായാലും ഇന്ന് രാത്രി തന്നെ ഈ പ്ലാൻ ഒന്ന് വർക്കൗട്ട് ആക്കി നോക്കാം. ഒരു പ്രാവശ്യമല്ലേ ഇതിന്റെ ഫലം കിടക്കൂ എന്ന് പറഞ്ഞത്, രാത്രിയാവുമ്പോൾ അതുവഴി ആരും വരില്ല, നമുക്ക് സൂര്യയുടെ റൂമിന്റെ മുന്നിൽ ഇത് വെക്കാം, എന്നിട്ട് ഭാവന അതുവഴി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയാം കേട്ടോ. അതെന്തായാലും നോക്കാമെന്ന് പ്രസീതയും പറയാണ്. അങ്ങനെ രാത്രി ഭാവന റൂമിനകത്ത് തനിച്ചാണ് കേട്ടോ. സൂര്യ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ആ സമയത്ത് അജയൻ പ്രസീതയോട് പറയുക നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ റൂമിന്റെ മുന്നിൽ ഈ ആരസ് കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് ഭാവനയുടെ കതകിനെ ഒന്ന് തട്ടുകയാണ് കേട്ടോ. ശബ്ദം കേട്ട് ഭാവന പുറത്തിറങ്ങി നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. അജയനാകട്ടെ ഒളിച്ചു നിന്ന് ഭാവന വരുന്നത് നോക്കി നിൽക്കുകയാണ്. ഭാവന വരുന്നത് കാണുമ്പോൾ അവർക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന നടന്ന് നീങ്ങിയാണ്. അവൾ ചുറ്റും നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. അവൾ ഏലസിന്റെ അടുത്തെത്തിയതും അവളുടെ ഫോൺ റിങ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അവൾ വീണ്ടും തിരിച്ച് നടന്ന് റൂമിലേക്ക് കയറുകയും ചെയ്യാണ്. ഇത് കണ്ട അജയൻ ഛേ എന്ന് പറയാൻ കേട്ടോ. ഇന്നത്തോടെ എല്ലാം സക്സസ് ആയി എന്ന് കരുതിയതാണ്. അപ്പോഴേക്കും അവളുടെ ഒരു ഫോണ്. ഭാവൻ എന്നിട്ട് അകത്തേക്ക് പോവാണ്. ഗായത്രി ആയിരുന്നു കേട്ടോ. അവർ സേതു ജാമ്യത്തിൽ ഇറങ്ങിയത് കാര്യങ്ങളും പിന്നീട് വീട്ടിലുണ്ടായ സന്തോഷ നിമിഷങ്ങളൊക്കെ പറയാണ്. ഭാവന പറയുന്നുണ്ട്, അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നുകയാണ്. എന്തായാലും ഇനി വീട് പഴയതുപോലെ തന്നെയാവും എന്നൊക്കെ ഭാവന പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ.